ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലം ഒരുപക്ഷെ ഇനിയുള്ള വർഷങ്ങൾ കഴിയുമ്പം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷനിൽ ഒന്നായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പം എൻ്റെ പിറകിൽ കുറച്ച് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംസാരം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഈച്ചകളുണ്ട്. ഈ സ്ഥലത്തിന്റെ പേര് ക്ഷമിക്ക് പരിചയം ഉണ്ടാവില്ല അല്ലേ? മദായിൻ സാലിയാണിത്. മദായിൻ സാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു മദീനയിൽ നിന്ന് കുറച്ച് ദൂരം, മദീനയിൽ നിന്ന് തബൂക്കിന്റെ ഒക്കെ ഇടയിലായിട്ട് വരും. ഇവിടെ നിറയെ പാറക്കെട്ടുകളാണ്, വലിയ വലിയ. ശ്രദ്ധിച്ചിരുന്നോ ഷമി? പാറകളുടെ സൈസ് കണ്ടിരുന്നോ? ഇതിലെല്ലാം ഇതിന്റെ പ്രത്യേകത, ഈ പാറകളെല്ലാം വെറും ഒരു പ്ലെയിൻ സാധാരണ ഒരു പാറയല്ല. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ വീശുന്നത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല. നല്ല ഈച്ച ഉണ്ട് ലക്ഷ്മി. ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ പാറകളെല്ലാം തന്നെ ഞങ്ങൾ കുറേ പാറകളുടെ അടുത്ത് പോയി നിന്ന് ആ വിഷ്വൽസ് എല്ലാം കാണിച്ചു തരാം കേട്ടോ. ആ പാറകളെല്ലാം വളരെ മനോഹരമായിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു 1000, 2000, 3000, 5000 ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മനുഷ്യർ താമസിച്ചിരുന്നു എന്നതിനുള്ള തെളിവായിട്ട് ആർക്കിയോളജിസ്റ്റുകളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇന്ന് ലോകത്തിലെ പ്രശസ്തരും പ്രബലരുമായിട്ടുള്ള എല്ലാ മികച്ച ആർക്കിയോളജി രംഗത്തുള്ള എല്ലാ റിസർച്ചേഴ്സും തമ്പടിച്ചിട്ടുള്ളത് ഇവിടെയാണ്. കുറച്ചു കാലം മുമ്പ് ഇവിടെ ഈജിപ്തിലെ പിരമിഡുകൾ കണ്ടുപിടിച്ച സമയത്ത് എല്ലാ ആർക്കിയോളജിസ്റ്റുകളും അങ്ങോട്ടാണല്ലോ പോയിരുന്നത്. പിന്നീട് ജോർദാനിലെ പെട്ര വന്നു. ജോർദാനിലെ ആ പെട്ര ഭരിച്ചിരുന്നത് നബാത്തിയൻ എന്ന് പറഞ്ഞ ഒരു രാജകുടുംബമായിരുന്നു. അതേ രാജകുടുംബത്തിന്റെ തന്നെ രാജവംശത്തിന്റെ കീഴിലാണ് ഇതും. അതായത് ഇവരിപ്പം സൗദി ഗവൺമെന്റ് ഇപ്പൊ പറയുന്നത് പെട്രയാണെങ്കിൽ ഇത് പെട്ര 2.0 ആണ്. പെട്രയിൽ പോയിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ അറിയാൻ സാധിക്കും ഇതുപോലുള്ള വലിയ പാറകളും ആ പാറകളിൽ കൊത്തിവെച്ചിട്ടുള്ള സൗന്ദര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. ഏതാണ്ട് അതുപോലെ അതിനോട് കിടപിടിക്കുന്ന, അല്ലെങ്കിൽ പെട്രയിൽ പറയാൻ ബാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഇവിടെ ഈ മദായിൻ സാലിഹിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ പിറകിലൊക്കെ കാണുന്ന സമയത്ത് കണ്ടല്ലോ, കുറച്ച് ഈ പണികളെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആ പാറകളിലേക്കൊന്നും പോകാൻ പറ്റില്ല. ആ പാറ മാത്രമല്ല, ഇതിന് ചുറ്റും തന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക എണ്ണം ശ്രദ്ധിച്ചു ഷമി, ഇതെല്ലാം അത് നമ്മൾ അടുത്ത് പോകുമ്പോൾ ഇനി ഒന്നുകൂടി കാണിച്ചത്, നമ്മൾ അടുത്ത് 1-2 പാറ ഇതിന് മുമ്പ് നിർത്തിയിരുന്നല്ലോ. എല്ലാം മിക്ക എണ്ണം മോണോലിത്തിക്ക, ഒറ്റ കല്ലില്. ഞാൻ ഇതിന് മുമ്പ് തഞ്ചാവൂർ പോയത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നല്ലോ അല്ലേ? ഏതാണ്ട് അതുപോലെ തന്നെ അതേ രീതിയിലുള്ള ഒറ്റക്കല്ലിൽ തീർത്തിട്ട് അതിലെല്ലാം തന്നെ ഏതൊക്കെയോ അക്കാലത്തെ വലിയ മഹാന്മാരായിട്ടുള്ള ഭയങ്കര സെയിൻ്റ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ടോംബ് അതിനുള്ളിലാണ്. ഒരുപക്ഷെ നമുക്കറിയില്ല, അതിൽ ഏറ്റവും ഉയരം കൂടിയതായിരിക്കാം. ഒരുപക്ഷെ അക്കാലത്തെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള രാജാവ്, അല്ലെങ്കിൽ പണ്ഡിതൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ പണക്കാരൻ, അയാളുടെയൊക്കെ ടോംബായിരിക്കാം. പക്ഷേ പിന്നീട് കാലക്രമേണ കാലം നമ്മളോട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പണമുണ്ടെങ്കിലും പ്രതാപമുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് അവശേഷിക്കുന്നത് പോലും ഒരുപക്ഷെ ബാക്കി ഉണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുത്തെ ഏറ്റവും ധർമ്മിഷ്ഠനായിട്ടുള്ള ആളുടെ ഒരു ടൂമ്പിന്റെ അടുത്ത് പോയിട്ടില്ല, ഹാത്തിമുത്തായിയുടെ കേസിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഈ ഖബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ല് പോലും ഇല്ല, ഭൂമിയോളം നിരപ്പോൾ. പക്ഷേ പുള്ളി ഇവിടെ ബാക്കി വെച്ചിട്ടുള്ള യശസ് എത്രയോ കാലങ്ങൾക്ക് ശേഷവും ആളുകൾ പാടി പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എത്രയൊക്കെ വലിയ 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 ഉയരമേറിയ ടോംബ് നിങ്ങൾ ബാക്കി വെച്ചാലും അതിനേക്കാൾ നിങ്ങളുടെ പ്രവൃത്തി മൂലമുള്ള നന്മകളായിരിക്കും ഒരുപക്ഷെ ബാക്കി ഉണ്ടാവുക എന്നുള്ളത്. എന്തായാലും ഇതിൽ ഈ മദായിൻ സാലിയുടെ പ്രത്യേകത, സൗദി അറേബ്യയിൽ ഹെറിറ്റേജ് പദവി യുനെസ്കോ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അതിൽ ആദ്യമായിട്ട് ഹെറിറ്റേജ് പദവി ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഈ മദായിൻ സാലിക്കാണ്. മദായിൻ സാലിയിൽ ചരിത്രത്തിൽ ഇപ്പൊ ഇവിടെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ കണ്ടല്ലേ ഷമി? നമ്മൾ വന്ന സമയത്ത് നമ്മൾ വാഷ്റൂമിനൊക്കെ പോകേണ്ടി പറഞ്ഞില്ലായിരുന്നോ? ഈ മദായിൻ ഇവിടെ ആയിരുന്നില്ലേ 1920 വാറില്? കറക്റ്റ്. അതിനി വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ സാധിക്കില്ല, യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. 20ാം നൂറ്റാണ്ട് എത്തുന്നതിന് മുമ്പ് 1905, 1910 സമയങ്ങളിൽ ഇവിടെ നിന്ന് ഡമാസ്കസിലേക്ക് അന്നത്തെ ഭരണകൂടം ഒരു റെയിൽവേ ട്രാക്ക് നിർമ്മിച്ചിരുന്നു. തബൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപക്ഷെ ആ ട്രാക്ക് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ആ ട്രാക്കിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ അത് കൺസ്ട്രക്ഷൻ നടക്കായതുകൊണ്ടാണ് അതൊന്നും കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ആ ട്രാക്ക് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരുപക്ഷെ ഇനിയിപ്പം ഇത് ബൈബിളിലും അതുപോലെ തന്നെ ഇസ്ലാമിലും ഖുർആനിലും ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ള സ്വാലിഹ് നബി എന്ന് പറഞ്ഞ സ്വാലിഹ് നബിയുടെ സമൂഹം, ഈ സമൂദ് ഗോത്രം, ആ സമൂദ് ഗോത്രം താമസിച്ചിരുന്നത് ഇവിടെ തന്നെയാണല്ലോ.
അപ്പം അത് ഇപ്പോൾ ഒരു വിശ്വാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ലാതെ ചരിത്രത്തിലും ഹിസ്റ്ററിയിലും ആർക്കിയോളജിയിലൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ, എല്ലാവർക്കും തന്നെ ധാരാളം ഈ സമൂത് ഗോത്രവും ഇതുപോലെ തന്നെ ഡിഗ് ചെയ്ത് ഡീപ്പായിട്ടുള്ള പാറക്കല്ലുകൾ തുരന്നൊക്കെയാണ് ജീവിച്ചിരുന്നത്. പിന്നീട് അവർ ദൈവഹിതത്തിന് എതിരായി പ്രവർത്തിച്ചു. ഒരുപക്ഷെ സാലിഹ് നബിയുടെ ഒട്ടകത്തിൻ്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ആ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇടിമിന്നലും അതുപോലെ തന്നെ വലിയ കൊടുങ്കാറ്റും ഒക്കെ വന്ന് ആ സമൂഹത്തെ നശിപ്പിച്ച് കളഞ്ഞു. ആ വേരോടെ തന്നെ അവർ പിഴുതു കളഞ്ഞു എന്നൊക്കെയാണ് ഖുറാനിലുള്ള കഥകൾ. ഞാൻ ഖുറാനിലെ കഥകളിലേക്കൊന്നും പോകുന്നില്ല, അതൊക്കെ അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടും അല്ലാതെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതേ സ്വാലിഹ് നബി 300 വർഷം അല്ലെങ്കിൽ 1000 വർഷമൊക്കെ ജീവിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു പക്ഷേ അത്രയും ആരോഗ്യം ഒക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും അന്നുണ്ടാവുക. അപ്പം എന്നതുപോലെ അതുകൊണ്ടുകൂടിയാണ് ഈ പേര് വരുന്നത് മദായിൻ സ്വാലിഹ്. മദായിൻ സാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ സ്വാലിഹിന്റെ പട്ടണം എന്നാണ് ഇതിന്റെ പേരിൽ അറിയപ്പെടുന്നത്. അത് ഇവിടുത്തെ ഇപ്പോഴത്തെ കാലത്ത് അറിയപ്പെടുന്നത്. അതിനുശേഷം നബാത്തിയൻ രാജകുടുംബം ഇത് അവരുടെ പട്ടണമായിട്ട് ആക്കിയിരുന്നു. പെട്ര സിറ്റിയുടെ തന്നെ ഒരു കാർബൺ കോപ്പിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. മദായിൻ സാലയിൽ വന്നിരിക്കുന്ന സമയത്ത് ആ ടോമ്പുകളെല്ലാം നമ്മളോട് എന്തൊക്കെയോ കഥ പറയുന്നു. പിന്നെ ഞാൻ വേറെ കാര്യം കൂടി ഓർക്കുന്നുണ്ട്. ചെറിയ കല്ലുകളിലൊക്കെ കുറേ ചിത്രകലകളുണ്ടല്ലോ. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ വീടുകളിൽ വീട് വെച്ച് കഴിഞ്ഞാൽ നല്ല പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും? ഈ ക്രയോൺസ് ഒക്കെ എടുത്തിട്ട് ചുമരിൽ ഇങ്ങനെ ചിത്രം വരയ്ക്കും. നമ്മൾ പറയും മിണ്ടി പോരുതെന്ന് പറയും. ഈ പെയിന്റിംഗ് കമ്പനികളൊക്കെ ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്യാറില്ല ഇതിന് വേണ്ടിയിട്ടുള്ള. ഇന്നപോലെ അന്ന് ഇതുപോലെ വീടുണ്ടാക്കി കഴിയുമ്പോൾ അവിടുത്തെ കുട്ടികൾ എന്ത് ചെയ്യും? അവർ ഈ കല്ലുകളൊക്കെ എടുത്തിട്ട്, കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ ക്രാഫ്റ്റ്സ്മാൻ സ്കില്ലുള്ള ആളുകളാണല്ലോ, അവർ ഒരുപക്ഷെ അവരുടേതായിട്ടുള്ള രൂപങ്ങൾ, നമ്മൾ ഇന്നലെ ഫായിദ് സിറ്റിയിൽ പോയിരുന്നല്ലോ, അവിടെ കണ്ടില്ലായിരുന്നോ? ഓരോ കല്ലിൻ്റെ മുകളിലും അവർ എഴുതി വെച്ചിരിക്കുക. ഒരു പശുവിനെ ഒരു ചിത്രം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ പശു ജീവിക്കണമെങ്കിൽ ചുറ്റുവട്ടത്ത്, ഒട്ടകത്തിന് വെള്ളം ഇല്ലാതെയും കുറേ മാനേജ് ചെയ്യാൻ പറ്റും, പശുവിന് അത് പറ്റില്ല. അപ്പം അതുകൊണ്ട് പശുവിൻ്റെ ചിത്രം വരച്ചാൽ അറിയാം ഈ ചുറ്റുവട്ടത്ത് വെള്ളമുണ്ട്. അപ്പോൾ ഒരാൾ ഒരു ട്രാഫിക് സിഗ്നൽ പോലെ ഇപ്പോൾ സ്കൂൾ വരുന്നുണ്ട്, ഹബ്ബ് വരുന്നുണ്ട്, നേരത്തെ അറിയുന്നത് പോലെ സൂചിപ്പിക്കുന്നത് പോലെ ഓരോ ഇൻഫർമേഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആടുകളുണ്ടെങ്കിൽ, ഒട്ടകങ്ങളുണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ചിത്രങ്ങൾ. അപ്പം കറക്റ്റാണ് ഇതിൻ്റെ പേരിൽ. നമുക്ക് കുട്ടികളുടെ 2 ബാഗ് ഇട്ട് പോകുന്നതായിരിക്കും സ്കൂൾ ഹെഡ് എന്നില്ലായിരുന്നു എന്നതുപോലെ ഒരു പശുവിൻ്റെ ചിത്രം അവിടെ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1000-2000 വർഷം മുമ്പ് ഇവിടെ ഒരു പശുവിന് ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷമുണ്ട്, വെള്ളമുണ്ട്, സമാധാനപ്പെടാന്നുള്ളത്. അതുപോലെ ഒട്ടകങ്ങൾ, പട്ടികൾ, അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള വെപ്പൺസ്, അതുപോലെ തന്നെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം. ഭാഷയില്ല, ഒരുപക്ഷേ സംസാരിക്കാനുള്ള ശേഷി എങ്ങനെയാണ് അവരുടെ സംസാര രീതി എന്നറിയില്ല. അപ്പോൾ അവർ ചെയ്ത പരിപാടി ഇതാണ്, കല്ലുകളിൽ കൊത്തിവെച്ചു. ആ കല്ലുകളെല്ലാം തന്നെ അത് കുട്ടികൾ വരച്ചു വെക്കുന്നതും മനുഷ്യർ വരയ്ക്കുന്നതും. അന്നത്തെ ഹിസ്റ്റോറിയൻസ്, ഡോക്ടേഴ്സ് അവരുടെ പ്രിസ്ക്രിപ്ഷൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവാം. അങ്ങനെ പല കവിതകളൊക്കെ. അതെ. അത് തന്നെയാണ് എനിക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. ഈ അറേബ്യൻ മണ്ണിൽ കാലം കൊത്തിവെച്ച കവിതകൾ ആണ് ഈ നമുക്ക് പിറകിൽ മുഴുവൻ കാണുന്ന ഈ റോക്ക് ആർട്ട്. കല്ലുകളിലാണ് അവരുടെ കലാവിരുത് മുഴുവൻ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആ കല്ലുകൾക്കുള്ളിലാണ് ഒരു കാലം മുഴുവൻ 1000-2000 യേശുക്രിസ്തു ജനിച്ചത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചാൽ 2024. അപ്പോൾ അതിനു മുമ്പ് 2000 വർഷമാണ്. അതിനു മുമ്പുള്ള മനുഷ്യരും ഈ ഭൂമുഖത്ത് ഉണ്ടായിരുന്നു. അവരിലും ഇതുപോലെ തലപ്പൊക്കമേറിയവരും സാധാരണക്കാരും അതുപോലെ തന്നെ വിനയാന്വിതരും ഉണ്ടായിരുന്നു. ആ ഓർമ്മകളിലൂടെ എല്ലാവരും ഒരു സഞ്ചാരമാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നത് ഈ ഒരു റോ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മദായിൻ സാലെ കുറിച്ച് വെച്ചോളൂ. ജോർദാനിലെ പെട്ര ഇന്ന് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട് ആണെങ്കിൽ ആ പെട്രയ്ക്കും ഒരു പടി മുകളിൽ നിൽക്കുന്ന, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചരിത്രാന്വേഷികളും അതുപോലെ തന്നെ കാലം കാത്തുവെച്ചിട്ടുള്ള ഈ കഥകളും കവിതകളും വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരും വരുന്ന ഒരു മനോഹര പട്ടണം ഇവിടെ നമ്മളുടെ കൺമുന്നിൽ ഇപ്പം അങ്ങനെ രൂപം കൊണ്ടിരിക്കുകയാണ്. മദായിൻ സാലെ, സാലിഹിൻ്റെ പട്ടണം. ഇവിടുത്തെ ഇതെല്ലാം ഉൾപ്പെടുന്നത് അൽ ഊല എന്നുള്ള ഒരു വലിയൊരു റീജിയനാണ്. അപ്പം അല്ലൂലയിലേക്ക് പോകുന്ന സമയത്ത് അല്ലൂലയിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ മദായിൻ സാലിൽ എത്തിയിട്ടുള്ളത്. ഇനി അടുത്ത കാഴ്ചകൾ നമുക്ക് അല്ലൂലയിൽ വെച്ച് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഉള്ളത് മദായിൻ സാലയിൽ. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ എന്തെന്നറിയോ? ദുബായിയുടെ പ്രത്യേകത എന്താ ഷമി? ഏറ്റവും കൂടുതൽ അമ്പരചുംബികൾ, സ്കൈ സ്ക്രേപ്പേഴ്സ് ഏറ്റവും കൂടുതലുള്ളത്. ന്യൂയോർക്ക്, അതുപോലെ തന്നെ സിംഗപ്പൂർ, അങ്ങനെ കുറച്ച് സിറ്റീസാണുള്ളത്. എനിക്ക് തോന്നുന്നു ആ ഒരു 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിങ്ങുകളായിരിക്കും ഇതുണ്ടാവുക. കാരണം അന്നത്തെ ആളുകൾ ഇതിൻ്റെ ആ നിർമ്മിതി നോക്കൂ ഷമി, ഇതെല്ലാം അത്രയും ഹൈറ്റിലേക്ക് പോകുന്നു. അതിലെല്ലാം ഓരോ ചുമരുകളും ഓരോ വാളുകളിലും ഒക്കെ തന്നെ അവരുടേതായിട്ടുള്ള, അന്ന് JCB ഇല്ല, ബുൾഡോസർ ഇല്ല, ഹൈറ്റിലേക്ക് കയറാൻ ക്രെയിൻ ഇല്ല, കുടിക്കാനൊരു പക്ഷേ വെള്ളം ഉണ്ടാവില്ല, നല്ല ടൂൾസ് ഉണ്ടാവില്ല, കട്ട് ചെയ്യാനോ കട്ടേഴ്സോ ഗ്രൈൻഡ് ചെയ്യാനുള്ള മെഷീൻസോ ഒന്നുമില്ലാതെ
മനുഷ്യർക്ക് കയറാവുന്നത്, അതിൻ്റെ ഇടയിലൂടെ കുട്ടികൾക്ക് ഊഞ്ഞാലാടാവുന്നത്, അതുപോലെ തന്നെ ശത്രുക്കൾ വരുന്നത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഒപ്പം പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട്, കലാവിരുത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം സ്ട്രക്ചേഴ്സ് ഇവർ ഈ മനുഷ്യർ അവരുടെ ബെയർ ഹാൻഡ് കൊണ്ട്, കൈകൊണ്ട് മാത്രം കൊത്തി ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ട്. അതല്ല ഞാൻ ആലോചിക്കുന്നതല്ല, ഇപ്പം ശരിയാണ്, ഇപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ മുന്നിൽ കണ്ടല്ലോ, വേലിയൊക്കെ കെട്ടിയിട്ട് തിരിച്ചിട്ടുണ്ട് ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് 2024 ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു എഫേർട്ട് പോലും വരുന്നത്. അല്ലെങ്കിൽ ഈ കഴിഞ്ഞൊരു 4-5 വർഷം എല്ലാം എന്തുമാത്രം അത്ഭുതങ്ങളും നിഗൂഢതകളും ഒളിപ്പിച്ചതാണ് ഈ പാറക്കൂട്ടം എന്നുള്ളത്. ഇത് വെറും ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, നമ്മളൊരു ചുമ്മാ കൊള്ളാം നല്ല പാറ എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു വെറും ഒരു റോക്കല്ല. ഇന്ന് ലോകത്തിലെ ഈ രംഗത്തുള്ള ആർക്കിയോളജി രംഗത്തുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ മുഴുവൻ പറയുന്നു ഈ മദീന സാലെ അല്ലെങ്കിൽ മദായിൻ സാലെ അത് പെട്രയിലുള്ളതിനേക്കാൾ കൂടുതൽ, എനിക്ക് തോന്നുന്നു ആനകൾ ഇവർക്കൊരു ഒബ്സഷൻ ആയിരുന്നു എന്നുള്ളത്. ആ ഒരു സിംഗിൾ ഒരു സ്റ്റാൻഡിങ് റോക്ക് ഉണ്ടോ ഷമി, അത് 3 എണ്ണം, അതും എനിക്ക് കണ്ടിട്ട് ഒരു 3 ആനകളെ പോലെ. മാത്രമല്ല ഇവിടെ ഒരു ആനയുടെ അതേ രൂപത്തിലുള്ള വലിയൊരു പാറ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്, അതവിടെയുള്ളത്. ഇതെല്ലാം തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു, ആ മനുഷ്യരിൽ അഹങ്കാരികളുണ്ടായിരുന്നു, ആ മനുഷ്യരിൽ അതിനേക്കാൾ കൂടുതൽ കഠിനാത്തരം. ഇത് ഒരു പാറ കൊത്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരാളോ അന്നത്തെ ഒരു മൂപ്പനും ഉണ്ടായിട്ടുണ്ടാവും. ബാക്കി 10,000-കണക്കിന് ഗോത്രങ്ങളും ഗോത്രത്തലവന്മാരുമായിരുന്നു. അതെ 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 അതെ. അപ്പോൾ ആ 10,000-കണക്കിന് മനുഷ്യരെ കൊണ്ട് എന്തുമാത്രം അധ്വാനം ചെയ്തിട്ടായിരിക്കും. നമ്മളിപ്പോൾ ബുർജ് ഖലീഫ കാണുന്ന സമയത്ത് അതിൻ്റെ സൗന്ദര്യം കാണുമ്പോൾ നമ്മൾ പറയും, ഓ എത്ര ആളുകളുടെ വിയർപ്പാണ് ഇതിന് പിറകിൽ, എത്രമാത്രം ആളുകളുടെ എഫേർട്ടാണ് ഇതിന് പിറകിൽ. അങ്ങനെയാണെങ്കിൽ അത് ഇത്രയും എക്യുപ്മെൻ്റ് ഉള്ള സമയത്ത്, അങ്ങനെയാണെങ്കിൽ എത്ര മനുഷ്യരായിരിക്കും ഈ ഒരു പാറകൾ ഇതേ രൂപത്തിൽ ചെത്തി മിനുക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വിയർപ്പും. എല്ലാവരും പാറക്കെട്ടുകളുടെ ഒരു ഗുഹകളിൽ താമസിച്ചിരുന്നു. അതെ, അതും ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഒരുപക്ഷെ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് മാത്രം ആയിക്കൊള്ളണമെന്നില്ല, അതല്ലാതെയും അവർ ഇതിൻ്റെ സൈഡുകളിലെല്ലാം തന്നെ ഈ ഷെയ്ഡൊക്കെ വരുന്ന സമയത്ത് ഷെയ്ഡുകളിൽ താമസിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടിയിട്ടുണ്ടാവാം. ക്ഷമി പറഞ്ഞിട്ടുള്ള പോയിന്റുകളെല്ലാം ഇവിടെ കിട്ടുമെന്ന് അറിയില്ല. ക്ഷമി പറഞ്ഞിട്ടുള്ളത് അല്ല, മനുഷ്യർക്ക് ഒരു ശിലായുഗത്തിൽ എന്ന് പറയുന്നത് മനുഷ്യർ ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് പുലർത്തിയിരുന്നത് കല്ലുകളുമായിട്ടാണല്ലോ. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഈ മദായിൻ സാലിയിൽ വന്നാൽ കാണാം, അല്ലൂലയിൽ വന്നാൽ കാണാം. നിയോം എന്നുള്ളൊരു ഹ്യൂജ് പ്രോജക്റ്റ്, ഒരുപക്ഷെ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിൽക്കുന്നുണ്ട്. ആ നിയോം പ്രോജക്റ്റ് വരുന്നത് ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അത്രയും 2020-ഉം 2030-ഉം കഴിഞ്ഞ് 2100-ലുള്ള മനുഷ്യന് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നിയോമിൽ ഒരുങ്ങുന്നതെങ്കിൽ 5000 കൊല്ലം പിറകിലോട്ടുള്ള ഒരു സ്ട്രക്ചറും കൾച്ചേഴ്സും ഒക്കെയാണ് നമ്മൾ ഈ മദായിൻ സാലിയിൽ കാണുന്നത്. ഒരു 2000-5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമുഖത്ത് ആന ഉണ്ടായിരുന്നോ, ആ ആന ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ഈ ഭാഗത്തുണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യങ്ങളാണ്. പക്ഷേ അന്ന് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ മനസ്സിൽ ആന എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നു എന്നുള്ളത് കാണുന്നുണ്ടല്ലോ ലക്ഷ്മി. പിറകിലോട്ട് നോക്കി നോക്കൂ, എന്ത് ഭംഗിയായിട്ടാണ് ഇവിടുത്തെ കൂറ്റൻ കല്ലില് ഇവിടെ താമസിച്ചിരുന്ന മനുഷ്യരുടെ അവരുടെ വാലൊക്കെ ഒരു പക്ഷേ, കാരണം ഇത്രയും വർഷങ്ങളല്ലേ, അത് അത്രയും വർഷങ്ങളുടെ ആ പല പൊടിക്കാറ്റുകൾ വന്നിട്ടുണ്ടാവാം, ഇടിമിന്നലുകൾ സംഭവിച്ചിട്ടുണ്ടാവാം, അതുപോലെ തന്നെ സുനാമി വന്നിട്ടുണ്ടാവാം. ഇതെല്ലാം എത്രമാത്രം പ്രകൃതിക്ഷോഭങ്ങളൊക്കെ അതിജീവിച്ച് ഈ വെയിലിനെയും മഴയും പിന്നെ മനുഷ്യരെയും മൃഗങ്ങളെയൊക്കെ അതിജീവിച്ച് ഇന്നും ഒരു എന്താണ് നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ള നമ്മൾ ഉത്സവത്തിനൊക്കെ നമ്മൾ കൊണ്ടുവരാറുള്ള എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ഏത് ആനയേക്കാളും വലിയ തലയെടുപ്പോട് കൂടിയിട്ട് ഈ അറബി നാട്ടിലൊരു ആന, അതും ഇത്രയും ചൂടത്ത് ആനകൾ എങ്ങനെ ജീവിച്ചിരുന്നു. ഞാനിങ്ങനെ കൈകൊട്ടുന്ന സമയത്ത് ആളുകൾ വിചാരിക്കും ഞാൻ സെലിബ്രേഷനിലാണെന്നുള്ളത്. ചെറുതായിട്ട് ഇവിടെ ഈച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിങ്ങനെ ഒരു തലയിലേക്ക് ഇങ്ങനെ നമ്മൾ മുഖത്തേക്ക് വരുന്നുണ്ട്. ആ ആന മാത്രമല്ല, ഈ ചുറ്റും കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആനയ്ക്ക് അറബിയിൽ പറയുന്നത് ഫീൽ എന്നാണ്. അപ്പോൾ ജബൽ ഫീൽ എന്നുള്ള പേരിൽ, ആനയുടെ മല എന്നുള്ള പേരിലാണ് ഇവിടുത്തെ അറബ്സ് എല്ലാം ഇവിടെ പറയുന്നത്. ഈ ഒരു അല്ലൂല പട്ടണത്തിലേക്ക് വരികയാണെങ്കിൽ ആന മാത്രമല്ല. അപ്പം അന്ന്
ആനയെ ഒരുപക്ഷെ അവർ മെരുക്കിയിട്ടുണ്ടാവാം, ആനയെ അവരുടെ കൂടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അവർ ആനയെ കണ്ടിട്ടെങ്കിലും ഉണ്ടാവാം. അന്നൊരു പക്ഷേ ഇതുപോലെ ഡെസേർട്ട് ആയിരിക്കില്ല, ഒരുപക്ഷെ വൈൽഡ് ഫോറസ്റ്റ് ആയിരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി ചിന്തിക്കാവുന്ന ആ ചിന്തകളിലേക്കൊക്കെ സ്പാർക്ക് തരുന്ന ഒരു മനോഹര ശില്പം. അത് ആന മാത്രമല്ല, ആ ആനയിലേക്ക് സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ശില്പങ്ങൾ വേറെയും ഒരു ഒത്തിരി കുഞ്ഞു ശില്പങ്ങൾ ചേർത്ത് വെച്ച ഒരു വലിയ കാട്ടാനയോ നാട്ടാനയോ ഒരൊറ്റക്കൊമ്പനോ, കൊമ്പില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഷെമി കണ്ടിരുന്നല്ലോ അല്ലേ, അവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരാൾ ഇതേ നോക്കി നോക്കി ഒരു ബെഡിൽ അങ്ങ് നീണ്ട് നിവർന്ന് കിടക്കുന്നുണ്ട്. അതിന് പിറകിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പലയിടത്തും എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു മനസ്സിലെ സങ്കല്പത്തിൽ കപ്പലിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മൾക്ക് ഇപ്പം ഇന്ന് കാണുന്ന പല കപ്പലുകളുടെ നിർമ്മിതി പോലുള്ളതുണ്ട്. പിന്നെ ഏതൊക്കെയാണെന്നുള്ളത് ഈ രംഗത്തുള്ള ആർക്കിയോളജിയും അതുപോലെ തന്നെ ആർക്കിടെക്ചറൊക്കെ അറിയുന്ന ആളുകൾക്ക് കൂടുതൽ പറയാൻ സാധിക്കും. എന്നാലും ഇതൊക്കെ എങ്ങനെ സാധിച്ചു? ആ സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ എങ്ങനെ അവർ നിലനിർത്തി പോന്നു ഇത്രയും കാലം? ഭൂതകാലത്തിലേക്ക് നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. അവിടെ എന്തൊക്കെയാണ് നടന്നിരുന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ നമ്മളെപ്പോഴും ഈ എപ്പിക്കുകളെല്ലാം എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണല്ലോ. നമ്മൾ മഹാഭാരതവും രാമായണവും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മതി വരാത്തത്. നമ്മൾ കുട്ടിക്കാലത്തും കണ്ടു, ഇപ്പൊ കണ്ടാലും നമ്മൾ അതിൽ നിന്ന് മാറില്ല. അതുപോലെ പാരഡൈസ് ലോസ്റ്റ്, അതുപോലെ ഓഡിസി, അങ്ങനെ ഒത്തിരി അത് നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടാൻ കാരണം അന്ന് കാലത്ത് നടന്നിട്ടുള്ളത്, സംഭവിച്ചുള്ള ആ ഒരു ഇതിഹാസങ്ങളും അതുപോലെ മനുഷ്യൻ്റെ പ്രയത്നങ്ങളും അതൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു വല്ലാത്തൊരു കൗതുകവും അതൊക്കെയാണ്. നമ്മൾ മുന്നോട്ട് നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഭാവിയിൽ എന്താണെന്ന് ഫ്യൂച്ചറിൽ നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ പ്രസന്റിൽ നിന്നുകൊണ്ട് നമ്മൾ എപ്പോഴും പാസ്റ്റിലേക്കാണ് കൂടുതൽ എപ്പോഴും പോകാറുള്ളത്, വളരെ ഇൻട്രസ്റ്റോട് കൂടി. ആ ഒരു ഔകുമാര്യം അതൊക്കെ ഇവിടെ എത്തുമ്പം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഏറ്റവും മിനിമം ഞങ്ങൾക്ക് ഈ യാത്ര വളരെ വേർത്തായിട്ട് തോന്നുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചകളും ഇതിലൂടെ ഇനി ഈ കാഴ്ചകൾ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറ ഓഫ് ചെയ്ത് വണ്ടിയിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഡെസ്റ്റിനേഷൻ എത്തുന്നത് വരെ ഇതേക്കുറിച്ച് അവരെങ്ങനെയായിരിക്കും അത് നിർമ്മിച്ചിട്ടുണ്ടാവുക, എന്തായിരിക്കും ആ സമയത്ത് കുട്ടികളെ എങ്ങനെയായിരിക്കും. ഈജിപ്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിരമിഡ് നിർമ്മാണ സമയത്ത് സ്ത്രീകൾക്ക് അവർ വീട്ടുജോലിക്കാരാണ്, സിസ്റ്റർ അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ അമ്മ, ഇവർക്കൊക്കെ ആർക്കെങ്കിലും മെൻസ്ട്രേഷൻ വരുന്ന സമയത്ത് ഭർത്താവിനോ അച്ഛനോ ഒക്കെ തന്നെ ലീവ് കൊടുത്തിരുന്നു അവർ അന്നത്തെ കാലഘട്ടത്തിൽ. കാരണം ആ സമയത്ത് സ്ത്രീകൾക്ക് സപ്പോർട്ട് വേണ്ടി വരുമല്ലോ. അത്ര വരെ അന്ന് ഈജിപ്തിലുള്ള ഈ പിരമിഡിൻ്റെ ഒക്കെ ശില്പികൾ ചിന്തിച്ചിരുന്നെങ്കിൽ അതേ കാലഘട്ടത്തിലൊക്കെ ഉള്ള മനുഷ്യരാണ്. അതുമാത്രമുള്ള കലാവിരുദ്ധോട് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും കുറേ പഠിക്കാനും കുറച്ചൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളും എന്തൊക്കെ ഇങ്ങനെ ഇത് നമ്മൾ മുൻഗാമികൾ ചെയ്തു വെച്ച് കാണാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിൻഗാമികൾക്ക് വേണ്ടി നമ്മളും എന്തൊക്കെ ചെയ്തു വെക്കണം, അതും ഒരു വലിയൊരു ലെസൺ ആണ് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത്.